നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ബാല്യകാല ഓർമ്മകൾ ഉണ്ടാകും. കളിച്ചും ചിരിച്ചും നടന്ന ഓർമ്മകൾ. ആ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. അതൊരു കാടിന്റെ ചിത്രമാണ്. ഒരു കുട്ടിയുടെ കഥയാണ്. അവന്റെ പേരാണ് മൗഗ്ലി. മലയാളികളുടെ മനസ്സിൽ മൗഗ്ലിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം മൗഗ്ലി നമ്മളോട് സംസാരിച്ചത് നമ്മുടെ ഭാഷയിലാണ്, മലയാളത്തിലാണ്. പഴയ ദൂരദർശൻ കാലത്തെ മനോഹരമായ ഓർമ്മയാണത്. ദൂരദർശൻ ചാനൽ മാത്രമുണ്ടായിരുന്ന കാലം. അന്ന് കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പരമ്പരയായിരുന്നു ജംഗിൾ ബുക്ക്. ഇത് ജപ്പാനിൽ നിർമ്മിച്ച ഒരു അനിമേഷൻ പരമ്പരയാണ്. ഇതിന്റെ യഥാർത്ഥ പേര് ജാങ്കുറു ബുക്കു ഷോനെൻ മൗഗ്ലി എന്നായിരുന്നു. എങ്കിലും നമ്മൾ അതിനെ ജംഗിൾ ബുക്ക് എന്ന് വിളിച്ചു. ഈ പരമ്പരയുടെ പിന്നിലെ പ്രധാന നിർമ്മാണ കമ്പനി നിപ്പോൺ അനിമേഷൻ ആണ്. 1975 സ്ഥാപിതമായ ഒരു പ്രമുഖ ജാപ്പനീസ് അനിമേഷൻ സ്റ്റുഡിയോയാണിത്. വേൾഡ് മാസ്റ്റർപീസ് തിയേറ്റർ എന്ന പേരിൽ ലോകോത്തര സാഹിത്യ കൃതികളെ ആസ്പദമാക്കി കുട്ടികൾക്കായി അനിമേഷൻ പരമ്പരകൾ നിർമ്മിക്കുന്നതിൽ നിപ്പോൺ അനിമേഷൻ പ്രശസ്തരാണ്. ഈ പരമ്പരയുടെ നിർമ്മാണത്തിൽ നിപ്പോൺ അനിമേഷനോടൊപ്പം ഇറ്റാലിയൻ അനിമേഷൻ സ്റ്റുഡിയോകളായ മോണ്ടോ ടിവി, ഡോറോ ടിവി മെർച്ചൻഡൈസിംഗ് എന്നിവരും സഹകരിച്ചിട്ടുണ്ട്. പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾ ആരൊക്കെയെന്ന് നോക്കിയാൽ സംവിധാനം ഫൂമിയോ കൊറോക്കോവ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കോയിച്ചി മോട്ടോഹാഷി, തിരക്കഥ കിമിയോ യാബുക്കി, സംഗീതം ഹിഡിയോ ഷിമാസു. ഓരോ ഞായറാഴ്ചയും കുട്ടികൾ ടിവിക്ക് മുന്നിൽ അണിനിരന്നു. ആ കാത്തിരിപ്പ് വളരെ വലുതായിരുന്നു. ഈ പരമ്പര കേവലം ഒരു കാർട്ടൂൺ ആയിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു മൗഗ്ലി. അവൻ സാഹസികനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു. അവന്റെ ലോകം നിറയെ മൃഗങ്ങളായിരുന്നു. ആ മൃഗങ്ങൾ അവനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. അതൊക്കെ കൊണ്ടാണ് ആ പരമ്പര നമ്മുടെ ഹൃദയത്തോട് ചേർന്നത്. ഈ കഥയുടെ അടിസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക പ്രശസ്ത എഴുത്തുകാരനായ റുഡ്യാർഡ് കിപ്ലിംഗ് ആണ് ദി ജംഗിൾ ബുക്ക് എഴുതിയത്. 1894 ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ഇതൊരു ഒറ്റ കഥയായിരുന്നില്ല, മറിച്ച് ഒരു കൂട്ടം കഥകളുടെ സമാഹാരമായിരുന്നു. ഇന്ത്യയിലെ സിയോണി വനമാണ് കഥയുടെ പശ്ചാത്തലം. കിപ്ലിംഗ് ജീവിച്ച കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഭംഗി ഇതിൽ കാണാം. വന്യജീവികളെക്കുറിച്ചും വനനിയമങ്ങളെക്കുറിച്ചും കിപ്ലിംഗ് ഈ കഥകളിലൂടെ പറഞ്ഞു. ഈ കഥകളിലെ പ്രധാന കഥാപാത്രമാണ് മൗഗ്ലി. മനുഷ്യക്കുട്ടിയായ മൗഗ്ലിയെ ചെന്നായ്ക്കൾ എടുത്തു വളർത്തുന്നു. മൗഗ്ലിക്ക് അവന്റെ യഥാർത്ഥ ലോകം അറിയില്ല. അവന്റെ ലോകം കാടാണ്, ചെന്നായ്ക്കളാണ്, പുലിയാണ്, കരടിയാണ്. അവരുമായി ബന്ധപ്പെട്ടാണ് അവൻ വളരുന്നത്. മൃഗങ്ങളുടെ നിയമങ്ങൾ പഠിച്ച് അവൻ കാട്ടിൽ ജീവിക്കുന്നു. കിപ്ലിംഗിന്റെ കഥയ്ക്ക് ലോകമെമ്പാടും വലിയ സ്വീകാര്യത ലഭിച്ചു. പല ഭാഷകളിലേക്ക് ഈ കഥ സിനിമയായും കാർട്ടൂണായും എത്തി. അതിലൊന്നാണ് 1989 ജപ്പാൻ നിർമ്മിച്ച അനിമേഷൻ പരമ്പര. ഈ പരമ്പര 52 എപ്പിസോഡുകൾ ഉള്ളതായിരുന്നു. ഈ എപ്പിസോഡുകളാണ് പിന്നീട് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് എത്തിയത്. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ജംഗിൾ ബുക്കിന് വലിയ സ്ഥാനമുണ്ട്. ഹിന്ദിയിൽ ആദ്യം ഈ പരമ്പര ദൂരദർശൻ വഴി പ്രക്ഷേപണം ചെയ്തു. 1993 അത്. ജംഗിൾ ജംഗിൾ ബാത് ചലി ഹേ എന്ന ഹിന്ദി ടൈറ്റിൽ ഗാനം അന്ന് രാജ്യത്തെ കുട്ടികളുടെ ദേശീയ ഗാനമായി മാറി. ആ ഗാനം വളരെ പെട്ടെന്ന് പ്രശസ്തമായി. ഇതിന്റെ വിജയത്തിന് ശേഷം ദൂരദർശൻ ഇത് പല പ്രാദേശിക ഭാഷകളിലേക്കും എത്തിച്ചു. തമിഴ്, തെലുങ്ക്, ബംഗാളി തുടങ്ങിയ ഭാഷകളിലെല്ലാം ഈ പരമ്പര എത്തി. മലയാളത്തിലും ഈ പരമ്പര ഡബ്ബ് ചെയ്തു വന്നു. മലയാള ഡബ്ബിംഗ് വളരെ മനോഹരമായിരുന്നു. ഡബ്ബിംഗ് മികവ് കൊണ്ടാണ് ഈ സീരിയൽ കേരളത്തിൽ വലിയ വിജയമായത്. കാട്ടിലെ മൃഗങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമായിരുന്നു. ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ ശബ്ദം നൽകി. കുട്ടികൾ ആ ശബ്ദങ്ങളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഈ ഡബ്ബിംഗ് കാരണം മൗഗ്ലി നമുക്കൊരു അന്യനല്ലാതായി. ചെപ്പടിക്കുന്നിൽ ചിന്നിച്ചിണുങ്ങും ചക്കരപ്പൂവേ എന്ന വരികൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാകില്ല. ആ ഗാനം നമ്മൾക്ക് സമ്മാനിച്ചത് മോഹൻ സിത്താര, ബിച്ചു തിരുമല കൂട്ടുകെട്ടാണ്. ഗായിക ലക്ഷ്മി ബെൻസൺ ആണെന്നാണ് ഓർമ്മ. മലയാളം ഡബ്ബിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മൗഗ്ലിയുടെ ശബ്ദമാണ്. മൗഗ്ലിക്ക് ശബ്ദം നൽകിയത് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ദേവി എസ് ആണ്. മലയാള സിനിമയിലും സീരിയലുകളിലും ദേവി ധാരാളം ശബ്ദം നൽകിയിട്ടുണ്ട്. എങ്കിലും മൗഗ്ലിയുടെ ശബ്ദമായിട്ടാണ് പലരും ഇന്നും ദേവിയെ ഓർക്കുന്നത്. ദേവി ഈ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് വളരെ ചെറിയ പ്രായത്തിലാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദേവിക്ക് ഈ അവസരം ലഭിക്കുന്നത്. ഒരു കുട്ടിയുടെ ശബ്ദം മറ്റൊരു കാർട്ടൂൺ കഥാപാത്രത്തിന് നൽകുക അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ദേവി അത് ഗംഭീരമായി ചെയ്തു. ഒരു കുട്ടിയുടെ നിഷ്കളങ്കത ആ ശബ്ദത്തിൽ ഉണ്ടായിരുന്നു. മൗഗ്ലിയുടെ കുസൃതികളും സങ്കടങ്ങളും ദേഷ്യവും ആ ശബ്ദത്തിലൂടെ നമ്മൾ അറിഞ്ഞു. ആ ശബ്ദമായിരുന്നു മൗഗ്ലിയുടെ ആത്മാവ്. ഡബ്ബിംഗ് ജോലി അത്ര എളുപ്പമായിരുന്നില്ല. ദേവി പല അഭിമുഖങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ഉടൻ ഡബ്ബിങ്ങിന് പോകണം. ഡയലോഗുകൾ കൃത്യമായി പഠിച്ചെടുക്കണം. അതിനുശേഷം എഴുതിയെടുക്കണം. ഇതൊക്കെ വലിയ ജോലിയായിരുന്നു. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ ഡയലോഗുകൾ എഴുതിയെടുക്കും, തിരുത്തും. അതിനുശേഷമാണ് യഥാർത്ഥ ഡബ്ബിംഗ് തുടങ്ങുന്നത്. ചില ദിവസങ്ങളിൽ ഡബ്ബിംഗ് പുലർച്ചെ 1 മണി വരെ, ചിലപ്പോൾ 2 മണി വരെയും നീളും. രാത്രി നേരം വൈകിയാൽ കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ഉറക്കത്തിനിടയിലും അവർ ഡബ്ബ് ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അവർ ഈ പരമ്പര പൂർത്തിയാക്കിയത്. ദേവി എസ് കാണിച്ച ആ സമർപ്പണം അഭിനന്ദനാർഹമാണ്. ഒരു മികച്ച കലാകാരിയുടെ കഠിനാധ്വാനം അതിന് പിന്നിലുണ്ട്. മൗഗ്ലി സംസാരിക്കുമ്പോൾ ആ ശബ്ദം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിന് കാരണം ദേവി എസിന്റെ ആത്മാർത്ഥമായ പ്രകടനമാണ്. പിന്നീട് പല സിനിമകളിലും സീരിയലുകളിലും നായികമാർക്ക് വേണ്ടി ദേവി സംസാരിച്ചു. എങ്കിലും മൗഗ്ലിയുടെ ശബ്ദമായി ദേവി എന്നും ഓർമ്മിക്കപ്പെടും. മൗഗ്ലിയെ കൂടാതെ ഈ പരമ്പരയിൽ വേറെയും നല്ല കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും വേറെ വേറെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ശബ്ദം നൽകി.
ബഗീരയാണ് മൗഗ്ലിയുടെ പ്രധാന ഗുരു. ഒരു കരിമ്പുലിയായിരുന്നു ബഗീര. കാട്ടിലെ നിയമങ്ങൾ മൗഗ്ലിയെ പഠിപ്പിച്ചത് ബഗീരയാണ്. ബഗീര വളരെ ഗൗരവക്കാരനും അതേസമയം സ്നേഹമുള്ളവനുമായിരുന്നു. മനുഷ്യരുമായി ഇടപഴകിയ ചരിത്രം ബഗീരയ്ക്കുണ്ടായിരുന്നു. അതിനാൽ മനുഷ്യന്റെ ലോകത്തെക്കുറിച്ചും അവൻ അറിയാമായിരുന്നു. ബഗീരയുടെ ശബ്ദം വളരെ കനമുള്ളതായിരുന്നു. അത് ആ കഥാപാത്രത്തിന് കൂടുതൽ ശക്തി നൽകി. ബല്ലു മൗഗ്ലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു മടിയൻ കരടിയായിരുന്നു ബല്ലു. എങ്കിലും ബല്ലു വളരെ രസികനായിരുന്നു. മൗഗ്ലിയെ പല കാര്യങ്ങളും പഠിപ്പിച്ചത് ബല്ലുവാണ്. മൗഗ്ലിയോടൊപ്പം കളിച്ചും ചിരിച്ചും ബല്ലു നടന്നു. ബല്ലുവിന് തേൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബല്ലുവിന്റെ ശബ്ദം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. സൗഹൃദത്തിന്റെ ഭംഗി ആ ശബ്ദത്തിൽ കേൾക്കാമായിരുന്നു. അകേലയാണ് ചെന്നായ്ക്കളുടെ കൂട്ടത്തിലെ തലവൻ. മൗഗ്ലിയെ സ്വന്തം മകനെ പോലെ വളർത്തിയ ചെന്നായ. കാടിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ. അകേലയുടെ ശബ്ദം വളരെ അധികാരമുള്ളതായിരുന്നു. കൂട്ടത്തിന്റെ നേതാവിന്റെ പക്വത ആ ശബ്ദത്തിന് ഉണ്ടായിരുന്നു. ഷേർഖാനാണ് കഥയിലെ പ്രധാന വില്ലൻ. ഒരു വലിയ കടുവയായിരുന്നു ഷേർഖാൻ. മൗഗ്ലിയെ കൊല്ലാൻ ഷേർഖാൻ എപ്പോഴും ശ്രമിച്ചു. മനുഷ്യരെ തിന്നുന്നത് ഷേർഖാന്റെ ഒരു ശീലമായിരുന്നു. കാടിന്റെ നിയമങ്ങൾ തെറ്റിച്ചാണ് ഷേർഖാൻ ജീവിച്ചത്. ഷേർഖാന് തീയെ ഭയമായിരുന്നു. ഷേർഖാന്റെ ശബ്ദം വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. കാ എന്നത് വലിയൊരു പെരുമ്പാമ്പാണ്. കാ വളരെ ബുദ്ധിമാനും ഉപദേശകനുമായിരുന്നു. മൗഗ്ലിയുടെ കൂട്ടുകാരൻ കൂടിയാണ് കാ. കാ പലപ്പോഴും മൗഗ്ലിയെ സഹായിച്ചിട്ടുണ്ട്. കാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് അവന് നല്ല അറിവുണ്ടായിരുന്നു. കായുടെ ശബ്ദം വളരെ ആഴമുള്ളതായിരുന്നു. ഓരോ കഥാപാത്രത്തിന്റെയും ഡബ്ബിംഗ് വളരെ മികച്ചതായിരുന്നു. ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ മലയാളികൾക്ക് നൽകിയ സംഭാവന വളരെ വലുതാണ്. അവർ നൽകിയ ശബ്ദങ്ങൾ കൊണ്ടാണ് മൗഗ്ലിക്ക് ഇത്രയും സ്വീകാര്യത ലഭിച്ചത്. ജംഗിൾ ബുക്ക് കുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്നാമതായി സൗഹൃദം. മൗഗ്ലിയും മൃഗങ്ങളുമായുള്ള സൗഹൃദം വളരെ വലുതാണ്. അവർ ഒരു കുടുംബം പോലെ ജീവിച്ചു. ജാതിയും മതവും ഇല്ലാത്ത സ്നേഹം അവരിൽ ഉണ്ടായിരുന്നു. ബല്ലുവും ബഗീരയും കായും മൗഗ്ലിയെ എപ്പോഴും സംരക്ഷിച്ചു. രണ്ടാമതായി കാടിന്റെ നിയമം. കാട്ടിൽ ജീവിക്കുമ്പോൾ ചില നിയമങ്ങൾ പാലിക്കണം. അതിനെയാണ് ജംഗിൾ ലോ എന്ന് പറയുന്നത്. ആ നിയമങ്ങൾ എല്ലാവരും അനുസരിക്കണം. നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് കാട്ടിൽ സമാധാനം ഉണ്ടാകുന്നത്. ഈ നിയമങ്ങൾ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു. മൂന്നാമതായി ഐഡന്റിറ്റി ക്രൈസിസ്. മൗഗ്ലി ഒരു മനുഷ്യക്കുട്ടിയായിരുന്നു. പക്ഷെ വളർന്നത് മൃഗമായി. താൻ ആരാണെന്ന് അവൻ പലപ്പോഴും ആലോചിച്ചു. കാട്ടിൽ അവന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യരുടെ ലോകം അവനെ മാടി വിളിച്ചു. കാടിനും മനുഷ്യർക്കും ഇടയിലെ അവന്റെ പോരാട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം വ്യക്തിത്വം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു അത്. നാലാമതായി പ്രകൃതി സ്നേഹം. ഈ പരമ്പര കുട്ടികളിൽ പ്രകൃതിയോടുള്ള സ്നേഹം വളർത്തി. കാടിന്റെ ഭംഗിയും മൃഗങ്ങളുടെ ജീവിതവും അവർ കണ്ടു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കഥ ഓർമ്മിപ്പിച്ചു. മലയാളത്തിൽ ഡബ്ബ് ചെയ്തു വന്നതുകൊണ്ട് ഈ സീരിയൽ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അനിമേഷൻ അന്ന് പുതിയ കാര്യമായിരുന്നു. സിനിമകളായിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. അതിനിടയിലാണ് മനോഹരമായ ഒരു വിദേശ കാർട്ടൂൺ പരമ്പര മലയാളത്തിൽ എത്തുന്നത്. കുട്ടികൾ ഈ പരമ്പരയെ പെട്ടെന്ന് ഏറ്റെടുത്തു. വീടുകളിൽ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരമുണ്ടായി. മൗഗ്ലിയുടെ സാഹസികത കുട്ടികൾക്ക് പ്രചോദനമായി. കാടിന്റെ നിയമങ്ങൾ അവർ ചർച്ച ചെയ്തു. ദൂരദർശന്റെ കാലത്ത് വിനോദത്തിന് മറ്റു വഴികൾ കുറവായിരുന്നു. അപ്പോൾ കിട്ടിയ ഈ മനോഹരമായ കാഴ്ച ഒരുപാട് സന്തോഷം നൽകി. ഞായറാഴ്ചകൾ മൗഗ്ലിയുടെ ദിവസങ്ങളായി മാറി. എല്ലാവരും ടിവിക്ക് മുന്നിലിരിക്കും. എന്നാൽ ഈ പരമ്പരയുടെ മലയാളം എപ്പിസോഡുകൾ ഇന്ന് പലയിടത്തും ലഭ്യമല്ല. ഹിന്ദി പതിപ്പ് പല പ്ലാറ്റ്ഫോമുകളിലും കാണാം. പക്ഷേ മലയാളം ഡബ്ബിംഗ് പലർക്കും ഒരു നഷ്ടമായി നിലനിൽക്കുന്നു. മലയാളത്തിലെ ആ പഴയ ശബ്ദം കേൾക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പുതിയ തലമുറയ്ക്ക് കാണാൻ പഴയ മലയാളം പതിപ്പ് ലഭ്യമാണോ എന്ന് സംശയമുണ്ട്. ഇത് ആ കാലഘട്ടത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നു. അന്ന് റെക്കോർഡിംഗ് സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. എങ്കിലും ആ ഡബ്ബിംഗ് ഇന്നും മലയാളികൾ ഓർക്കുന്നു. ഈ അവസരത്തിൽ ഡബ്ബിംഗ് കലാകാരന്മാരെ നമ്മൾ ഓർക്കണം. ജംഗിൾ ബുക്ക് ഒരു കാർട്ടൂൺ പരമ്പര എന്നതിലുപരി ഒരുപാട് കാര്യമായിരുന്നു. അത് സ്നേഹമാണ്, സൗഹൃദമാണ്, സാഹസികതയാണ്, ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്. മൗഗ്ലി ഇന്നും നമ്മുടെ മനസ്സിൽ ഓടി നടക്കുന്നു. ബല്ലുവിന്റെ തമാശകളും ബഗീരയുടെ ഗൗരവവും ഷേർഖാന്റെ പേടിപ്പെടുത്തുന്ന ശബ്ദവും ഇന്നും നമ്മുടെ കാതുകളിലുണ്ട്. ആ ശബ്ദങ്ങൾക്ക് ജീവൻ നൽകിയ ദേവി എസിനും മറ്റ് കലാകാരന്മാർക്കും നമ്മൾ നന്ദി പറയണം. അവർ നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കി. ആ പഴയ ദൂരദർശൻ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് തലകുനിക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.